മകരവിളക്കിന് ശേഷവും ശബരിമലയിലേക്ക് ഭക്തജന പ്രവാഹം തുടരുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സന്നിധാനത്ത് തുടക്കമായിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവം പൂർത്തിയാക്കി ജനുവരി 20-നാണ് നടയടയ്ക്കുക. മകരവിളക്ക് കഴിഞ്ഞതിന് പിന്നാലെ സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ മകരവിളക്ക് ദർശനത്തിനായി 1.5 ലക്ഷത്തിലേറെ ഭക്തർ സന്നിധാനത്തും പരിസരത്തുമായി തമ്പടിച്ചിരുന്നു. മകരവിളക്ക് ദർശനത്തിന് ശേഷം ഭക്തർ ഓരോരുത്തരായി മടങ്ങുകയും ചെയ്തു. അതിൽ ഭൂരിഭാഗം പേരും മടങ്ങി. പക്ഷേ ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നതിന് ശേഷവും വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകളും സന്നിധാനത്ത് നടക്കുകയാണ്. ഇന്നലെ മാളികപ്പുറത്ത് നിന്ന് 18-ാം പടിയിലേക്കുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കുകയും ചെയ്തു. മകരവിളക്ക് ദിവസമായ ഇന്നലെ വെർച്വൽ ക്യൂ വഴി 30,000 പേർക്ക് മാത്രമേ ദർശനം അനുവദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗും അനുവദിക്കുമായിരുന്നു. പക്ഷേ ഇന്നു മുതൽ 18-ാം തീയതി വരെ 50,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാം. 5,000 സ്പോട്ട് ബുക്കിംഗ് 5,000 പേർക്ക് തന്നെയായിരിക്കും. 19-ാം തീയതി വീണ്ടും അത് 30,000 ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ്. 17-ാം തീയതി വരെ ഭക്തർക്ക് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ സാധിക്കും. 18-ാം തീയതി രാവിലെ 10 മണി വരെ ആയിരിക്കും നെയ്യഭിഷേകം ഉണ്ടായിരിക്കുക. 19-ാം തീയതി രാത്രി വരെ ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 20-ാം തീയതി രാവിലെ 6:30-നായിരിക്കും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം ശബരിമല നട അടയ്ക്കുക.